ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പലഹാരങ്ങളൊന്നും ഇല്ലെങ്കിൽ മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വെറും 10 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ. കുറഞ്ഞ മസാല ചേരുവകളൊക്കെ ചേർത്തിട്ട് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുക ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 ചുമന്നുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചുമന്നുള്ളിനെ ചേർത്ത് കൊടുക്കുക, സവാള ചേർത്ത് കൊടുക്കണ്ട. ഇനി ചുമന്നുള്ളി കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചുമന്നുള്ളി ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂണോളം ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ അളവിലാണ് നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ എത്രയാണോ മുട്ട എടുക്കുന്നത് അതിനനുസരിച്ചിട്ടോ മസാല തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഉപ്പൊക്കെ ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ചുമന്നുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചത് ചേർത്ത് കൊടുക്കരുത്, ഇതിലേക്ക് പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4 വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരണം. അതായത് അതിൻ്റെ ആ പച്ചമണമൊക്കെ നല്ലപോലെ മാറി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നല്ലപോലെ പച്ചമണമൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതലായിട്ട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും അതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ആ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും ഇത് നല്ലപോലെ ചൂടായിട്ട് ചിലപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 2 പാർട്ടാക്കി എടുക്കരുത്. ഏകദേശം 1/4 ഭാഗത്തോളം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ പരമാവധി മസാല ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ മാത്രമേ കൊള്ളുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ വലുതാണെങ്കിൽ 1-2 ടീസ്പൂണൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളം വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ മുട്ട വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേവിച്ചെടുക്കരുത്. ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല പോലെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് സമയം നമ്മൾ മുട്ട കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് പോകും. അതായത് ഒരു റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ എപ്പോഴും മുട്ടയൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പം ഒരു 4-5 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ ആയി കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ആ ഒരു 4 മുട്ടയിലേക്കും മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത മസാല കറക്റ്റായിരുന്നു കേട്ടോ 4 മുട്ടയിലേക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക.
മുട്ട വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്നാക്സൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.